ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ മത്സര ചിത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത്. 2019 ഇടതുമുന്നണി കേരളത്തിൽ ജയിച്ച ഏക സീറ്റ്, അതും 10,474 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിൽ. ഇക്കുറി ആ സീറ്റ് കൂടി പിടിച്ചെടുക്കുക എന്നതാണ് UDFൻ്റെയും കോൺഗ്രസിൻ്റെയും ലക്ഷ്യം. അവർ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ മത്സരിപ്പിക്കുന്നു. സിറ്റിംഗ് MP AM ആരിഫ് തന്നെയാണ് ഇടതുമുന്നണിയിൽ CPIMൻ്റെ സ്ഥാനാർത്ഥി. NDAയിൽ BJP ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്നു. പുറമേക്ക് ത്രികോണ മത്സരം എന്ന പ്രചാരണം ശക്തമാണെങ്കിലും ഇടതുമുന്നണിയും ഐക്യമുന്നണിയും തമ്മിൽ തന്നെയാണ് മുഖ്യ മത്സരം. അതിൽ തന്നെ പ്രധാനം KC വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനമാണ് അവരുടെ നേതൃനിരയിൽ ഏറ്റവും പ്രധാന പദവി വഹിക്കുന്ന നേതാവിനെ വിജയിപ്പിക്കുക എന്നത്. പക്ഷേ നിലവിൽ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാംഗമായ KC ആലപ്പുഴയിൽ ജയിച്ചാൽ രാജ്യസഭയിൽ BJPക്ക് ഒരു സീറ്റ് കൂടുമെന്ന വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. നിലവിലുള്ള ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതൊരു പ്രധാന പ്രശ്നവുമാണ്. ഈ പ്രശ്നം നമ്മൾ KC വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം പരിശോധിക്കുമ്പോൾ ഈ പ്രശ്നം വോട്ടർമാരുടെ മുന്നിൽ ഉണ്ടാകുമോ എന്ന് പരിശോധിച്ചുകൊണ്ട് നമുക്ക് ആലപ്പുഴയിലെ മത്സര ചിത്രം പരിശോധിക്കാം. നമുക്കൊപ്പം ഉള്ളത് രാജ്യത്ത് തന്നെ മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാളായ MG രാധാകൃഷ്ണനാണ്. സ്വാഗതം സാർ. നമ്മൾ KCയുടെ സ്ഥാനാർത്ഥിത്വം പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതിയായിട്ട് മുമ്പിൽ വരുന്നത് ഇതാണ്. അദ്ദേഹം രാജ്യസഭാംഗമാണ്. അദ്ദേഹം ആലപ്പുഴയിൽ വിജയിച്ചാൽ രാജസ്ഥാനിൽ നിന്ന് വിജയിക്കാൻ പോകുന്നത് BJP ആണ്. ഇതൊരു പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരാൻ ഇടതുമുന്നണി ശ്രമിച്ചിട്ടുണ്ട്. ഇതൊരു വോട്ടർമാരുടെ മുമ്പിലൊരു പ്രശ്നമായിട്ടുണ്ടാവുമോ? വാസ്തവത്തിൽ വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. കോൺഗ്രസിനെതിരെ ഉന്നയിക്കപ്പെടുന്ന പലതരത്തിലുള്ള ആരോപണങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു കാര്യവുമാണ്. കാരണം BJPക്ക് ഇത് സഹായകമാകും എന്നുള്ളത്. പക്ഷേ അത് കേരളത്തിലോ അല്ലെങ്കിൽ ആലപ്പുഴ മണ്ഡലത്തിലോ ആ ഒരു വാദത്തിന് വേണ്ടത്ര ഒരു അംഗീകാരമോ സമ്മതിയോ ഒരു പ്രചാരമോ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. കാരണം ഇതൊരു സ്വല്പം സാങ്കേതികമായി അല്പം കുഴഞ്ഞ ഒരു വിഷയമാണ്. അതുകൊണ്ട് അതൊരു സാധാരണക്കാരെ ബോധ്യപ്പെടുത്താൻ എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു പ്രശ്നം വേണുഗോപാലിന്റെ സാധ്യതകളെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിലാക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. വാസ്തവത്തിൽ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. പക്ഷേ അത് ജനസാമാന്യത്തിനിടയിൽ അതിനെ ഫലപ്രദമായി അത് എത്തിക്കുന്നതിലും പറ്റും എനിക്ക് തോന്നുന്നില്ല. ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അത് അത്ര എളുപ്പമല്ല. റൈറ്റ്. KC വേണുഗോപാൽ ലോക്സഭയിലേക്ക് 2009 ആലപ്പുഴയിൽ നിന്ന് തിരഞ്ഞെടുത്ത് പോകുന്നത്. അന്ന് ഇടതുമുന്നണിയിൽ നിന്ന് അദ്ദേഹം സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു. 2014 അദ്ദേഹം വീണ്ടും മത്സരിച്ചു. 19,407 വോട്ടിന് അവിടെ നിന്ന് വീണ്ടും വിജയിച്ചു. പക്ഷേ പിന്നീട് അങ്ങോട്ട് KC വേണുഗോപാലിൻ്റെ പ്രവർത്തന മണ്ഡലം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അധികം വൈകാതെ അദ്ദേഹം AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലുള്ള സംഘടനാ സംവിധാനത്തിലേക്ക് മാറി. കേരളത്തിൽ അത്രത്തോളം സജീവമായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് KC വേണുഗോപാലിൻ്റെ കാര്യത്തിൽ പറയേണ്ടി വരും. ഒരു ടേം ഒഴിവായി നിന്നതിന് ശേഷമാണ് അദ്ദേഹം ആലപ്പുഴയിലേക്ക് തിരിച്ചു വരുന്നത്, അതും മണ്ഡലം തിരിച്ചു പിടിക്കാൻ വേണ്ടി. KCക്ക് പഴയ ഒരു കരുത്ത് ആലപ്പുഴയിലുണ്ടോ? വാസ്തവത്തിൽ അതൊരു തരം വിരോധാഭാസമാണെന്നൊരു ഒറ്റ നോട്ടത്തിൽ കാണാം. പക്ഷേ KC വേണുഗോപാൽ കേരളത്തിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് വളരെ പല മടങ്ങ് വേണുഗോപാലിന്റെ ഇമേജും വേണുഗോപാലിന്റെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ക്ലൗട്ടും സംഘടനയ്ക്കുള്ളിലും പുറത്തും ഒക്കെ അവിശ്വസനീയമായ രീതിയിൽ വളർന്ന ഒരു കാലമാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ. അതുകൊണ്ട് വേണുഗോപാൽ ഇല്ലാത്തത് കൊണ്ട് നഷ്ടമല്ല. വേണുഗോപാൽ ഇവിടുന്ന് പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ അതിനുള്ള അദ്ദേഹത്തിന്റെ വലിപ്പം രാഷ്ട്രീയത്തിലായാലും സംഘടനയ്ക്കുള്ളിലായാലും ഒക്കെ പല മടങ്ങ് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അത് വേണുവിന്റെ അനുകൂലമായ ഘടകമാണ്.